പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സംക്രമണം എന്ന കവിതയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അല്ലേ? ആരാണ് സംക്രമണം എന്ന കവിത എഴുതിയത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ഇപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആരാണ് സംക്രമണം എന്ന കവിത എഴുതിയത്? ആറ്റൂർ രവിവർമ്മയാണ് സംക്രമണം എന്ന കവിത എഴുതിയത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തൃശ്ശൂരിലെ, ആ പേര് തന്നെയുണ്ട് അല്ലേ? തൃശ്ശൂരിലെ ആറ്റൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആരായിരുന്നു? ഒരു മലയാളം അധ്യാപകനായിരുന്നു ശ്രീ ആറ്റൂർ രവിവർമ്മ. പിന്നെ എഴുത്തുകാരനും കവിയും കഥാകാരനുമായിരുന്നു, സാംസ്കാരിക പ്രവർത്തകരുമായിരുന്നു ആറ്റൂർ രവിവർമ്മ. എന്നാണ് ജനിച്ചത്? 1930 ഡിസംബർ 27 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണ്? ജൂലൈ 26 ചരമദിനം. കഴിഞ്ഞ വർഷം, അതായത് 2019 ജൂലൈ 26 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം എന്തായിരുന്നു? കവിത എന്ന പേരിലുള്ള കവിതാ സമാഹാരമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം. 1977 ആ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത്. ആറ്റൂർ കവിതകൾ എന്ന പേരിലുള്ള കൃതിയാണ് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കവിതകൾ. ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്നത് 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ 1995 വരെയുള്ള കവിതകൾ ചേർത്തിട്ടുള്ളതാണ്. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കവിതയ്ക്കുള്ള 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആറ്റൂർ രവിവർമ്മയ്ക്കായിരുന്നു. അദ്ദേഹം നിരവധി നോവലുകളും കഥകളും തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സുന്ദരസ്വാമികളുടെ ഒരു പുളിമരത്തിൻ്റെ കഥ എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിനാണ് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. സൽമയുടെ നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജി നാഗരാജിന്റെ നാളെ മറ്റൊരു നാൾ മാത്രം എന്ന നോവൽ, 2 യാമങ്ങളുടെ കഥ, സെൽമ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിവർത്തനങ്ങളാണ്. ഇതെല്ലാം നമ്മളെ കണ്ടതാണ് അല്ലേ? അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ആശാൻ പ്രൈസ്, ഉള്ളൂർ പുരസ്കാരം, പ്രേംജി അവാർഡ്, പി കുഞ്ഞിരാമൻ നായർ അവാർഡ് എന്നീ പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചു. അദ്ദേഹം ആധുനിക കവിയാണ്, ഒരു ഫെമിനിസ്റ്റ് കവിയാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം. അങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കവിതയുമാണ് സംക്രമണം എന്ന കവിത. കവിതയുടെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാം. സംക്രമണം, ശ്രീ ആറ്റൂർ രവിവർമ്മ. കുറെ നാളായുള്ളിലൊരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകയാണു ഞാൻ നടപ്പതെങ്കിലും, അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. അറിവ് വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി, വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന്നു തള്ളയായി. ഒരു പെണ്ണിൻ തല അവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും, അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല, തിര തുളുമ്പീല. മുഖത്തു കണ്ണുകൾ അതിനു പാതിരയ്ക്കടയ്ക്കുവാൻ മാത്രം, ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും, ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റീല. പുറപ്പെട്ടേടത്താണൊരായിരം കാതം അവൾ നടന്നിട്ടും
കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ലവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. ഗതി കിട്ടാത്തതാം അവൾ തന്നാത്മാവിന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. ഒരു നൂലട്ട പോലിഴയും പെണ്ണിന്റെ ഉടലിനോടല്ല, വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ. ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ മുരൾച്ച കേൾക്കാവൂ. മലയുടെ താഴെ, വയലിനക്കരെ, കതകിനപ്പുറം അവളുടെ നാവിന്നെടുത്തു വേറൊരു കുരലിൽ ചേർക്കാവൂ. ഇറയെ തെച്ചിൽ രുചിച്ചിടുന്നൊരു കൊടിച്ചീലല്ല, വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായിൽ. പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനഭഗ്നികളിൽ അവൾ തന്നുഗ്രമാം വിശപ്പു ചേർക്കാവൂ. കലർത്തിടാവൂ ഞാൻ അവൾ തൻ വേദന, ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ. അവളുടെ ശാപമണയ്ക്കാവൂ വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യനിൽ. പസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. ഇത് ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന സമാഹാരത്തിലുള്ളതാണ്. സംക്രമണം എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ്? ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് സംക്രമണം എന്ന കവിത. ആരാണ് എഴുതിയത്? ആറ്റൂർ രവിവർമ്മയാണ് എഴുതിയത്. ആരിനെ കുറിച്ചാണ് സംക്രമണത്തിൽ പറയുന്നത്? അനധികാരത്തിൻ്റെ കാൽച്ചുവട്ടിൽ അമർന്നു കിടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. ഒരു നൂലിട്ട പോലെ ഇഴയുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് സംക്രമണം. സ്ത്രീയെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കാം എന്നുള്ള കവിതയാണ് സംക്രമണം. കുറേ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡമളിഞ്ഞു നാറുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ത്രീയെക്കുറിച്ചുള്ള, സ്ത്രീയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത കുറേ നാളായി അത് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തു പറയാനാകാതെ, എങ്ങനെ പറയും എന്നറിയാതെ, ആരോട് പറയും എന്നറിയാതെ അതിങ്ങനെ ഒരു കുറ്റബോധമായി ഉള്ളിൽ കിടന്ന് നീറുകയാണ്. വിരലുകൾ മൂക്കിൽ തിരുകയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. എന്തുകൊണ്ടാണ്? അളിഞ്ഞ ഒരു സ്ത്രീയുടെ ജഡം അളിഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാറ്റം സഹിക്കാനാവാതെയാണ് അരികത്തുള്ളവരും അകലത്തുള്ളവരും ഒഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നത്. അറിവ് വെച്ചപ്പോൾ അവൾ ഉണ്ടൻ കണ്ണിൽ. എന്തായിട്ടായിരുന്നു അവൾ കണ്ണിലുണ്ടായിരുന്നത്? ഒരു നൂലട്ടയായിട്ടാണ് അവൾ കണ്ണിലുണ്ടായത്. എന്താണ് നൂലട്ടയുടെ സവിശേഷത? കണ്ണിന് കാഴ്ച നൽകുന്നതിനായി ആയുർവേദ ചികിത്സകർ ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു നൂലട്ട. ഒരു പെണ്ണിൻ തല അവൾക്ക് ജന്മനാ കിടച്ചുവെങ്കിലും എന്താണ് സംഭവിച്ചത്? എന്തിലും അവളുടെ കാതിൽ കടൽ ഇരമ്പിയില്ല, തിര തുളുമ്പിയില്ല. എന്തിനായിരുന്നു അവളുടെ മുഖത്ത്
കണ്ണുകൾ. എല്ലാവർക്കും ഉള്ളതുപോലെ അവൾക്കും ഉണ്ടായിരുന്നു കണ്ണുകൾ. പക്ഷേ എല്ലാവർക്കും അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അവൾക്കത് പാതിരയ്ക്ക് ഒന്ന് അടയ്ക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു ആ കണ്ണുകൾ. അവൾ യാതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് കണ്ണുകൾക്ക് സവിശേഷമായ കാഴ്ചകൾ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നിശബ്ദ അമ്മ, മുറിവിൻ വാക്കുകൾ, അതിൻ്റെ ചുണ്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതികരണശേഷിയില്ലാതെ മൗനം മാത്രം ഭജിച്ചിരിക്കുന്ന ചുണ്ടുകളാണ് അതിൻ്റെ ചുണ്ടുകൾ എന്നാണ് പറയുന്നത്. അതൊരു ആകർഷണ വസ്തുവോ ഒന്നുമായിരുന്നില്ല. പ്രതികരണശേഷിയോ അതിനുണ്ടായിരുന്നില്ല. തുറക്കാത്ത ഒരു ജീവി മാത്രമാണ് അത് എന്നാണ് കവി പറയുന്നത്. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും. ആശയം വിശദമാക്കുക. എല്ലാ സ്ത്രീകളെ പോലെയും ആ സ്ത്രീയും ഏറ്റവും വൈകിയാണ് ഉറങ്ങിയിരുന്നത്. നക്ഷത്രങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ വൈകിയാണ് അവൾ ഉറങ്ങിയത്. ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. ജീവികൾ സൂര്യനെ ഉദിക്കുമ്പോഴാണ് ജീവികളും ഉണർന്ന് എണീക്കുന്നത്. എന്നാൽ അവളേക്കാൾ നേരത്തെ ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ എണീറ്റിട്ടില്ല. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ആശയം വിശദമാക്കുക. എപ്പോഴും അവൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഞ്ചാരം എവിടെ നിന്ന് എവിടേക്കാണ്? അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അടുക്കളയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവൾക്ക് പോകാനില്ല. എപ്പോഴും അവൾ അടുക്കള, അല്ലെങ്കിൽ അവൾ സ്ത്രീക്ക് വേണ്ടി വാദിക്കാൻ, സ്ത്രീക്ക് വേണ്ടിയിട്ട് കാലങ്ങളായി, പൗരാണിക കാലം മുതലേ സ്ത്രീ പീഡനങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരെയും നാം കണ്ടിട്ടുണ്ട്. എന്നിട്ടും എത്രമാത്രം കഴിഞ്ഞിട്ടും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അവൾ ഇപ്പോഴും ആ പുറപ്പെട്ടിടത്ത സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോഴും സ്ത്രീ പീഡനങ്ങളും മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണധികാരവും ഇപ്പോഴും എന്നത്തെയും പോലെ ഇപ്പോഴും ഉണ്ട്. സ്ത്രീകൾക്ക് ഒരു ഉന്നമനം എന്ന് പറയാൻ ഇപ്പോഴും ഒന്നുമായിട്ടില്ല എന്നാണ് കവി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുനിഞ്ഞു വീഴുന്നുണ്ട് 1000 വട്ടം നിവർന്നു നിൽക്കണമെന്ന് ഉള്ളിൽ ആശയുണ്ട്. അവൾ നിവരുന്നുണ്ട് എങ്കിലും കുനിഞ്ഞ് വീഴുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ആശയം? പല സ്ത്രീകളും മുൻപോട്ട് വരുന്നുണ്ടെങ്കിലും വീണ്ടും അവ ചവിട്ടി താഴ്ത്തപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വിരലിലെടുത്ത് പറയാവുന്ന ചിലരൊക്കെ സ്ത്രീകളായിട്ട് മുന്നിലേക്ക് എത്തിയവരുണ്ട്. റാണി ലക്ഷ്മിബായിയെ കുറിച്ച് നമുക്ക് പറയാം, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയാം, സിരിമാവോ ഭണ്ഡാരനായകയെ കുറിച്ച് പറയാം. അങ്ങനെ കുറച്ച് സ്ത്രീകളെയൊക്കെ നമുക്ക് എടുത്തു കാണിക്കാനുണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഒരു സ്ത്രീയുടെ ഉന്നമനം, സ്ത്രീയുടെ മുന്നേറ്റം എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു ലോകത്തും ഒരിടത്തും കാണിക്കാനായിട്ട് സാധിക്കില്ല. എന്തിനോടെല്ലാമാണ് സ്ത്രീയെ ഉപമിച്ചിട്ടുള്ളത്? ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം. ഒരു കുറ്റിച്ചൂലിനോടും നാറത്തേപ്പിനോടും ഞെണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രത്തോടുമാണ് സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത്. ഉണർന്നിട്ടില്ല അവൾ 1000 നെഞ്ചിൽ ചവിട്ട് കൊണ്ടിട്ടും. 1000 തവണയെങ്കിലും അവളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച ഉടനെ കരഞ്ഞില്ലെങ്കിൽ നമ്മൾ നെഞ്ചത്തിട്ടിങ്ങനെ തട്ടും, കാല് പിടിച്ചിങ്ങനെ കൊടയും. മൂക്കിന്നൊക്കെ പശകളും സാധനങ്ങളെല്ലാം പോയി ശ്വാസോച്ഛ്വാസം ശരിയാകാനും ഹൃദയത്തിൻ്റെ മിടിപ്പ് ശരിയാകുന്നതിനും വേണ്ടിയാണ്. ഹൃദയത്തിൽ നമ്മൾ തട്ടിക്കൊടുക്കും. ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കും, ഹാർട്ടിനായിട്ട് തട്ടിക്കൊടുക്കും. ഇവിടെ ചവിട്ടുകൊണ്ടിട്ട് പോലും, തട്ടലല്ല, വെറും തട്ടലല്ല, 1000 നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും അവൾ മരിച്ചു തന്നെ കിടക്കുകയാണ്. മരിച്ചതിനൊക്കെ ജീവിക്കുകയാണ്. അവൾ ഉണർന്നിട്ടില്ല എന്നാണ് കവി പറയുന്നത്. അവളെ എന്തിനോടൊക്കെയാണ് ഉപമിച്ചത്? കുറ്റിച്ചൂല്, നണങ്ങിയ കാരണം കഞ്ഞിപ്പാത്രം,
പിന്നെ ഒരട്ടി മണ്ണിനോടും കൂടിയാണ്, ഒരു നാറത്തേപ്പ് ഒരട്ടി മണ്ണിനോടും കൂടിയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇനി ഈ സ്ത്രീക്ക് ഒരു രൂപപരിണാമം വരുത്തുകയാണ്. അവിടെയാണ് സംക്രമണം എന്ന ആ വാക്കിന്റെ അർത്ഥം ഇവിടെ വരുന്നത്. ഇവിടെ സ്ത്രീക്ക് എങ്ങനെയാണ് രൂപപരിണാമം വരുത്തുന്നത്? അവളുടെ അവയവങ്ങളെല്ലാം ഒരു യന്ത്രം കണക്ക് ഞാനിന്ന് അഴിച്ചെടുക്കാൻ പോവുകയാണ്. എൻ്റെ കണ്ണിൽ നൂലിട്ട പോലെ ഇഴഞ്ഞിരുന്ന അവളുടെ ആ ഓരോ അവയവങ്ങളും ഞാൻ ഒരു യന്ത്രത്തിലെന്ന പോലെ അഴിച്ച് എടുക്കുകയാണ്. എന്തൊക്കെയാണ്? ഗതി കിട്ടാത്തതാം അവൾ തന്നെ ആത്മാവിന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. ഞാൻ മറ്റൊരുടലിൽ ചേർക്കാൻ പോവുകയാണ്. എങ്കിലേ അവൾ ഉണർന്ന് എഴുന്നേൽക്കുകയുള്ളൂ. എങ്ങനെയാണ്? ഒരു നൂലിട്ട പോലെ ഇഴയും പെണ്ണിൻ്റെ ഉടലിനോടല്ല. ഒരു നൂലിട്ട പോലെ മണ്ണിൽ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു പെണ്ണിനോടല്ല ഞാൻ ചേർക്കാൻ പോകുന്നത്. മറ്റൊരു പെണ്ണിനെയും നമുക്ക് ഈ സ്ത്രീയുടെ ആത്മാവിനെ ചേർക്കാനായിട്ട് സാധിക്കില്ല. ആ ആത്മാവിനെ എങ്ങനെയാണ്? വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരമ്പുക്കാവുന്ന കടുവയിലാണ്. വിശക്കുമ്പോൾ ഇറങ്ങുന്ന കടുവയ്ക്കാണ് ശൗര്യം കൂടുക. അവ ആക്രമിച്ച് കീഴടക്കും, ഇരയെ കീഴടക്കി സ്വന്തമായി വേട്ടയാടി പിടിച്ച ആ ഒരു ഇരയെയാണ് നരികൾ ഭക്ഷിക്കുക, കടുവകൾ ഭക്ഷിക്കുക. അങ്ങനെ ശൗര്യമുള്ള, വെറുതെ വിശക്കാത്ത സമയത്തൊന്നും കടുവ ആരെയും ആക്രമിക്കില്ല. എന്നാൽ വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാവുന്ന മനുഷ്യനെ തിന്നുന്ന കടുവയിലാണ് ഞാൻ ഈ സ്ത്രീയുടെ ആത്മാവിനെ, അത്രയ്ക്കും ശൗര്യമുള്ള ഒരു ജന്തുവിലാണ് ഞാൻ ഈ സ്ത്രീയുടെ ആത്മാവിനെ ചേർക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ്റെ മുരൾച്ച കേൾക്കാം. അതിനു വേണ്ടിയിട്ട് ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ, ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ കൊച്ചു ആൺകുട്ടികൾ, ഈ ആൺകുട്ടികളെ, കുഞ്ഞുങ്ങളെ മുതൽ അവർക്ക് വേണ്ട അറിവ് കൊടുത്ത് വളർത്തണം. അതിനു വേണ്ടിയാണ് ഇവയുടെ മുരൾച്ച കേൾക്കുമ്പോൾ ഈ സ്ത്രീകളുടെ, ഈ കടുവയാകുന്ന സ്ത്രീകളുടെ മുരൾച്ച കൊച്ചുനാളിലെ ആൺകുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. സ്ത്രീയുടെ അസമത്വത്തെക്കുറിച്ച്, ആണധികാരത്തെക്കുറിച്ച് അവർ ആനന്ദിക്കുന്ന, അവർ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യവും, ആണുങ്ങൾ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യവും അവരുടെ കീഴിൽ അമർത്തിയിട്ടിരിക്കുന്ന അമ്മ പെങ്ങന്മാരെയും ഭാര്യയെയും മറ്റു സ്ത്രീകളെയും അവരെ കാണുന്ന ആ കാഴ്ചപ്പാടിനെയും കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൾ ഇവയുടെ മുരൾച്ച കേൾക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇദ്ദേഹം ഒരു നമ്പൂതിരിയാണ്. നമ്പൂതിരി സമുദായത്തിൽ ഉണ്ണികൾ എന്ന് പറയുന്നത് ആൺകുട്ടികളെ തന്നെയാണ്. ഉണ്ണികൾ സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തെ കെടുത്തുന്ന മാതിരി ഉള്ള മുരൾച്ച ഒരു സ്ത്രീയെ ഉപദ്രവിക്കാനായി, അവയെ അടിമയാക്കി വെക്കുന്നതിനായി നീ വളർന്നു വരരുത്, അതിനായിരിക്കരുത് നീ വളർന്നു വരുന്നത് എന്നുള്ള ആ ഒരു ബോധം ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകണം. ആ മുരൾച്ച എവിടെയൊക്കെ ആയിരുന്നു കേൾക്കുന്നത്? വയലിനക്കരെ, കഥകിനപ്പുറം, മലയുടെ താഴെയെല്ലാം ഈ മുരൾച്ച കേൾക്കണം. അതിനു വേണ്ടിയാണ് അവളുടെ ആത്മാവ് ഒരു വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന, ഇരുതേടിയിറങ്ങുന്ന, നരഭുക്കാവുന്ന മനുഷ്യനെ മാത്രം പിടിച്ച് തിന്നുന്ന ഒരു കടുവയിൽ ചേർക്കുന്നത്. അവളുടെ നാവിന്നെടുത്ത് വേറൊരു കുരലിൽ ചേർക്കാവൂ. ആരുടെ കുരലിലാണ്? അതൊരു കൊടിച്ചിപ്പട്ടിയുടെ കുരലിലല്ല. ആരുടെയാണ്? വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നിടുന്ന ചെന്നായിൽ. അവളുടെ കുരൽ ചേർക്കേണ്ടത് വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നിടുന്ന ചെന്നായിലാണ്. അത്രയ്ക്കും സാമർത്ഥ്യമുള്ള
തന്നെ എതിർക്കുന്നവരോട് അല്ലെങ്കിൽ തനിക്ക് ആവശ്യമുള്ളത് വാങ്ങിയെടുക്കാൻ കഴിവുള്ള ഒരു ചെന്നായയുടെ കുരലിലാണ് അവളുടെ കുരലിൽ നിന്നെടുത്ത് ചേർക്കുന്നത്. അവളുടെ നാവിന്നെടുത്ത് വേറെ അവളുടെ നാവ് എടുത്ത് ഇതുവരെ നിശബ്ദമാ മുറിവിൻ്റെ ഉള്ളിൽ ആ ഒതുങ്ങിയിരിക്കുന്ന ഒരു നാവായിരുന്നു. ഇന്ന് അവളുടെ നാവെടുത്ത് വിശക്കുമ്പോൾ ഊരിലിറങ്ങി വളഞ്ഞിട്ട് കൊന്നു തിന്നുന്ന ചെന്നായയിലാണ് ചേർക്കേണ്ടത്. പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവഗ്നികളിൽ അവൾ തന്നെ ഉഗ്രമാം വിശപ്പു ചേർക്കാവൂ. അവളുടെ വിശപ്പ് എവിടെയാണ് ചേർക്കുന്നത്? അല്ലെങ്കിൽ പുരങ്ങളിലും ജനപദങ്ങളിലും വനവഗ്നികളിലും എവിടെയാണ് അവളുടെ വിശപ്പ് ചേർക്കേണ്ടത്? പുരങ്ങളെ എരിക്കുന്ന വനവഗ്നികളെ വനത്തെ എരിക്കുന്ന ആ അഗ്നിയിലാണ് അവളുടെ വിശപ്പ്. എന്തിനേയും ദഹിപ്പിച്ചു കളയുന്ന അത് ജനപദങ്ങളെ ആയിരിക്കാം, അത് പട്ടണങ്ങളെ ആയിരിക്കാം, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏത് സാംസ്കാരിക രംഗങ്ങളെ ആയിരിക്കാം, അതിനെയെല്ലാം ദഹിപ്പിക്കുന്ന വനങ്ങളെ ആകെ ദഹിപ്പിക്കുന്ന ആ വനവഗ്നിയിൽ അത്രയും രൂക്ഷമായ അഗ്നിയിലാണ് അവളുടെ വിശപ്പ് ചേർക്കേണ്ടത്. അല്ലാതെ മുണ്ട് മുറുക്കിയെടുത്ത് വിശന്നാലും വിശന്നില്ല എന്ന് പറഞ്ഞ് തളർന്നു നടക്കുന്ന സ്ത്രീയിലല്ല അവളുടെ വിശപ്പ്. വാരി വലിച്ച് ഉണ്ണുന്ന സ്ത്രീയിൽ തന്നെയാണ്. എന്ത് കിട്ടിയാലും തിന്നുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നിയിലാണ് അവളുടെ വിശപ്പ് ചേർക്കേണ്ടത്. കലർത്തിടാവൂ ഞാൻ അവൾ തൻ വേദന, ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ. അവളുടെ വേദന എവിടെയാണ് കലർത്തുന്നത്? ചലവും ചോരയും ഒലിപ്പിക്കുന്ന ആ സന്ധ്യയിലാണ്, ആ ആകാശത്താണ് അവളുടെ വേദന കലർത്തുന്നത്. അവൾ ഒരക്ഷരം മിണ്ടാതെ തൻ്റെ വേദനയെല്ലാം കടിച്ചൊതുക്കി ഇരിക്കുകയാണ്. ഇപ്പോഴങ്ങനെയില്ല. ആകാശത്തെ ചലവും ചോരയും ഒലിപ്പിക്കുന്ന ആ സന്ധ്യയിൽ തന്നെ ഞാൻ അവളുടെ വേദന കലർത്താൻ പോകുകയാണ്. അവളുടെ ശാപമണയ്ക്കാവൂ വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യൻ. അവളുടെ ശാപം ചേർക്കുന്നത് എവിടെയാണ്? വിളനിലങ്ങളെ ഉണക്കുന്ന സൂര്യനിലാണ്. വിളനിലങ്ങളെ ഒറ്റയടിക്ക് ഉണക്കിക്കളയാൻ പ്രാപ്തിയുള്ളതാണ് സൂര്യൻ. ആ സൂര്യനിലാണ് ഞാൻ അവളുടെ ആ ശാപം ചേർക്കുന്നത്. അവളുടെ ഒറ്റ ശാപത്തിൽ ഈ വിളനിലങ്ങളെല്ലാം നശിച്ചു പോകാവുന്ന തരത്തിലാണ് അവളുടെ ശാപം ഞാൻ ചേർക്കുന്നത്. വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. അവൾ ഒരട്ടി മണ്ണായിട്ട് തീരേണ്ടതല്ല അവളുടെ മരണം. അവളുടെ മരണം ഞാൻ വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടാണ്. ഈ ഒരൊറ്റ സ്ത്രീയെ തന്നെ ഞാൻ മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് വേണ്ടി ബലിമൃഗമായിട്ട് വസൂരിമാലകളുടെ ആ ഒരു കാളിയുടെ ഒരു രൂപമാണ്. വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ആകാശത്തിലാണ് ഇവളുടെ ബലി ഞാൻ കാണുക. എല്ലാവർക്കും ദൃശ്യമാകുന്ന തരത്തിലാണ് അവളുടെ വൃത്തി ഞാൻ എടുക്കുന്നത്. ഇത്രയുമാണ് ഈ പദ്യത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൻ്റെ ഓരോ വരിയും എടുത്ത് അതിൻ്റെ സന്ദർഭവും ആശയവും വിശദമാക്കുക. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആറ്റൂർ രവിവർമ്മയുടെ അഭിപ്രായം, ആശയം വ്യക്തമാക്കുക. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം എഴുതുക. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. സ്ത്രീയുടെ ജീവിതയാത്രയുടെ ചരിത്രമാണ് ഈ വരികളിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. വിശകലനം ചെയ്യുക. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. ഇന്നത്തെ സ്ത്രീയുമായി താരതമ്യപ്പെടുത്തി നോക്കുക. എത്രത്തോളം പ്രസക്തമാണ് ഈ വരികൾ ഇപ്പോഴും എന്ന് അഭിപ്രായം എഴുതുക. ഞാൻ കഴുകിയാൽ പോകാത്ത വികൃത പാത്രം, തേഞ്ഞൊരൂരൽ രുചിയൊക്കെയും ഒന്നായൊരെച്ചിലിൽ നിറക്കൂപ്പ്, തുളവീണ തൊട്ടി, പറ്റും കിണർ.
അത് സച്ചിദാനന്ദ വരികളാണ്. ഞാൻ കഴുകിയാൽ പോകാത്ത വികൃത പാത്രം, തേഞ്ഞൊരുരൽ, തേഞ്ഞ് ഇടിച്ചിടിച്ച് തേഞ്ഞ ഒരു ഉരലാണ്, തേഞ്ഞൊരുരൽ. രുചിയൊക്കെയും ഒന്നായൊരു എരിച്ചിലിൻ നിറക്കുപ്പ, തുളവീണ തൊട്ടിപറ്റും കിണർ. തുളവീണ തൊട്ടിപറ്റും കിണറാണ്. തൊട്ടി കൊണ്ട് കിണറിൽ നിന്ന് പണ്ട് വെള്ളം കോരിയിരുന്നു. അതിനൊരു തുളയും കൂടി വീണിട്ടുണ്ടെങ്കിലോ കോരിയതിൻ്റെ പകുതി മാത്രമേ വെള്ളം മുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുള്ളൂ. അങ്ങനെ കോരി ആ ജന്മം മുഴുവൻ തീരുന്നവളാണ് സ്ത്രീ. മാത്രമല്ല കഴുകിയാൽ പോകാത്ത വികൃത പാത്രമാണ്. അത്രയും വക്കാർന്ന ഒരു കഞ്ഞിപ്പാത്രം പോലെ. അതേ വരികൾ തന്നെയാണ് ഇവിടെ സച്ചിദാനന്ദനും എഴുതിയിട്ടുള്ളത്. തേഞ്ഞൊരുരൽ, സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉരൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് അരിയിടിക്കാനും നെല്ല് കുത്താനും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. എത്രമാത്രം കുത്തി അതങ്ങനെ തേഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് മരത്തും കൊണ്ടുള്ള ഉരൽ, അത് തേഞ്ഞ് ഇല്ലാതായിത്തീരും ഉരൽ. അങ്ങനെയുള്ള ഉരലാണ് സ്ത്രീ. അപ്പോൾ ആ സ്ത്രീകളെ സ്ത്രീയുടെ ജീവിതത്തെ രണ്ടുപേരും ഏകദേശം ഒരേപോലെ തന്നെയാണ് സാമ്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് സാമ്യങ്ങളുടെയും പ്രത്യേകങ്ങളെ താരതമ്യം ചെയ്ത് വിശകലനം കുറിപ്പെഴുതുക. കുറേ കാലമായി ഉള്ളിൽ പിടയ്ക്കുന്ന ഒരു ഭീതി, പാപം, കയ്പ് എന്നിവയെ വാക്കുകൾ കൊണ്ട് പുറത്തു ചാടിക്കുക. അങ്ങനത്തെ ഒരു കർമ്മമാണ് എനിക്ക് എഴുത്ത്. ഇങ്ങനെ ഉച്ചാടനം ചെയ്യുന്നതിലൂടെ മനസ്സിന് ബാധയൊഴിഞ്ഞ പോലെ കാവ്യരചനയെക്കുറിച്ചുള്ള നിരീക്ഷണമാണ്. ആരുടെ നിരീക്ഷണമാണ്? ആറ്റൂരിൻ്റെ നിരീക്ഷണമാണ്. ഒരു ഉള്ളിലിങ്ങനെ കിടന്ന് വിങ്ങുന്ന ഒരു കാര്യം, അതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത വരും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സംക്രമണത്തെ അടിസ്ഥാനമാക്കി ഈ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കുക. ഇത് എഴുതിക്കഴിഞ്ഞപ്പോഴാണ് ആ കണ്ണിലൊരു നൂലട്ടയായി അല്ലെങ്കിൽ ഉള്ളിലൊരു ജഡം ഇങ്ങനെ അളിഞ്ഞു നാറിയത് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ്. അപ്പോൾ കവിത നന്നായി വായിക്കുക, നോട്ട്സ് നന്നായി വായിക്കുക, കൊച്ചു ചോദ്യങ്ങൾ ഉണ്ടാക്കുക, എഴുതി വയ്ക്കുക, പരീക്ഷയ്ക്ക് വരും. ഇങ്ങനെയുള്ള പഠനം ശീലമാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.